ഹായ് നമസ്കാരം, ഞാൻ ശിവരാജൻ വാക്കേൽ. ശിവാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചു കാലമായി വീഡിയോസൊക്കെ എടുത്തിട്ട് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ഇതുവരെ എടുത്തിരുന്നത്. ഇന്ന് ഞാനുള്ളത് നമ്മുടെ വീടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. ഒരു അടിപൊളി സ്ഥലം, ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ആരും അത്ര ശ്രദ്ധിക്കാറില്ല, അങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്തവർ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഞാനും ഇവിടെ വന്നിട്ടില്ല. അതല്ല, അടിപൊളി ഈ ഒരു വൈബ് തന്നെയാണിത്. ഈ വെള്ളച്ചാട്ടം നമുക്കത് കാണിച്ചു തരാം. സുഹൃത്ത് തന്നെയാണ് റഷീദ്. അപ്പൊ ഈ റഷീദിന്റെ അവന്റെ പ്രോപ്പർട്ടിയാണിത്. അതിന് അടുത്ത കൂടിയാണ് ഇത് പോകുന്നത്. അവന്റെ തൊടിയിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇതൊരു പാടത്തിന്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ റഷീദ് തന്നെ പറയും. റഷീദ്, ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇതിന്റെ പേരെന്താണ്? ഇത് മാനാങ്കുഴിയാണ്. മാനാങ്കുഴി എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര്. ഇതങ്ങനെ പുറത്താരും ഒന്നും അറിയുന്നില്ല. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഈ മഴക്കാലത്തെ ഇത് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇത് അറിയുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. എങ്കിലും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായി വെള്ളച്ചാട്ടം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് വരുന്നതിന് മുമ്പ് ഇത് റോഡ് പോലെ ആയി. ഇപ്പം കുറെ വീടുകളും എല്ലാം സ്ഥലങ്ങളൊക്കെ ബൗണ്ടറി കെട്ടിയതിന് ശേഷം പിന്നെ വെള്ളം ആദ്യം വെള്ളം പോലുള്ള ബോട്ട്സ് ഇപ്പം കാണാറില്ല. അപ്പൊ ഇത് ആദ്യം റോഡൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് പരന്ന് ഒഴുകിയിരുന്നു. അതുകൊണ്ട് അത്ര ശ്രദ്ധ. ഇപ്പൊ അത് റോഡെല്ലാം കെട്ടി ചാലെല്ലാം ക്ലിയർ ആക്കിയപ്പം വെള്ളത്തിന്റെ ഫോഴ്സ് കൂടി. അങ്ങനെയാണ് ഇത് ഒന്നും കൂടെ വലുതായിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് അവിടെ ഒന്ന് സന്ദർശിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഒരു കോൺക്രീറ്റ് സ്ലാബാണുള്ളത്. അതിലൂടെ നടന്ന് വേണം അങ്ങോട്ട് എത്താൻ. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാനാങ്കുഴി വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാ ഒരു 10-20 അടി ഉയരെന്നാണ് ഈ വെള്ളം കൊണ്ട് ചാടുന്നത്. ഇത് താഴെ തോട്ടിലേക്കാണ് പോകുന്നത്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. പക്ഷേ ഇതുവരെ ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ പരിസരവാസികൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. ഏതാനും വർഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറും. ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്താ റഷീദ വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയാനുള്ളത്? ഇത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളതിനാണ് അതിന്റെ പേര്. നമ്മളിതുപോലെ വെള്ളച്ചാട്ടമൊക്കെ പോയി കാണുന്നത് എവിടെയെങ്കിലും കുറെ ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ടൂറിസ്റ്റൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മളെ സുഹൃത്തും സഹപാഠിയൊക്കെ ആയിട്ടുള്ള റഷീദ് പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അതായത് നമ്മളിവിടെയുള്ള ആളുകൾ ആതിരപ്പള്ളിയിലും മറ്റ് വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് 2-3 ദിവസം വലിയ കാശ് കൊടുത്തിട്ട് പോയിട്ട് കാണാൻ ചെന്ന് ഈ തൊട്ടടുത്തുള്ള പ്രദേശം ഇത്രയും മനോഹരമായത് ആരും ഇതിനെ കുറിച്ച് അറിയുന്നില്ല. ഞാൻ തന്നെ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്താണുള്ളത്. വളരെ രസകരമാണ് ഇവിടെ ഇങ്ങനെയുള്ള ഇരുത്തം. അതുപോലെ ഈ കുളി നമ്മൾ കുറ്റാലത്തൊക്കെ കുളിക്കുന്ന അതേ ഒരു സുഖം നമുക്ക് തരുന്നുണ്ട്. വളരെ മനോഹരമായിരിക്കുകയാണ്. അനിയൻ്റെ മകള് സ്വാസിക കൂടെയുണ്ട്. അവൾക്ക് വെള്ളം ഭയങ്കര ജീവനാണ്. വെള്ളം കണ്ടാൽ പിന്നെ മാറുന്ന പരിപാടിയേ ഇല്ല. അവള് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഈ വെള്ളച്ചാട്ടത്തിൽ കിടന്ന് ആർമാദിക്കുകയാണ്. ഇതാ നമ്മളെ സ്വാസിമോളും ഉണ്ട്, നമ്മളെ കൂട്ടുകാരൻ റഷീദും ഉണ്ട്. അപ്പോൾ റഷീദ് ഇനിയിപ്പോൾ വല്ലാതെ നനയണ്ടെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് നിൽക്കുകയാണ്. ഞാൻ ഏതായാലും നനഞ്ഞു. അപ്പോൾ പിന്നെ ഈ വെള്ളത്തിലൊക്കെ ഒന്ന് ആർമാടിക്കാന്ന് വെച്ചു. ഏതായാലും അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇനി ഇവിടെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു 10-15 വർഷം കൊണ്ടൊക്കെ ഇവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് മാറും. അതിലൊരു സംശയവുമില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് 2 അടിപൊളി കുളങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. കുളത്തിലേക്കുള്ള വഴിയാണിത്. കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ്. ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ദൂര ദൃശ്യമാണ്. ഒരു മരത്തിലൂടെയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അടുത്ത കുളത്തിലേക്ക് എത്താൻ. ഏതായാലും നമുക്ക് കുളം ഒന്ന് കാണാം.
ഇത് ഒരു ചെറിയ കുളമാണ്, ആഴം വളരെ കുറവാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കാൻ വളരെ സൗകര്യമാണ്. പരിസരവാസികൾ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പായലെല്ലാം നിറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ജനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതാണ് മറ്റൊരു കുളം. ഇത് കുറച്ച് ആഴം കൂടിയ കുളമാണ്. അങ്ങനെ ഈ ചെറിയ കുളത്തിൽ ഞാനും സാഹസികയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് കുളിക്കാമെന്ന് വെച്ചു. സാഹസികയ്ക്ക് നീന്തൽ പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ അവളെ നീന്തലൊന്ന് പഠിപ്പിക്കാമെന്ന് വെച്ചു. സ്വാസികയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ വെള്ളത്തിൽ നിന്ന് കയറാൻ കൂട്ടാക്കുന്നില്ല. അപ്പം ഞാനും നീന്തി ഒന്ന് കുടിക്കാമെന്ന് വെച്ചു. നീന്തലൊക്കെ മറന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ മറന്നിട്ടൊന്നുമില്ല. മലർന്നും ചരിഞ്ഞൊക്കെ നീന്തി തുടിച്ചു. അപ്പൊ ഇതാണ് ചോലേക്കുളം. നമ്മൾ നേരത്തെ കണ്ടത് മാനാങ്കുഴി വെള്ളച്ചാട്ടം. ഇത് ചോലേക്കുളം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വർഷങ്ങൾക്കൊരു 40 കൊല്ലം മുന്നേ ഇവിടെ വന്ന് കുളിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് സൗകര്യമായിട്ടുള്ളത്. പുറത്ത് കണ്ട കുളമാണ് ഓമോത്ത് കുളം. അതിപ്പോ പബ്ലിക് പഞ്ചായത്തിന്റെ ഒരു കുളമായിട്ടാണ് പഞ്ചായത്ത് ഫണ്ട് ഇറക്കിയിട്ട് കല്ലൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുള്ളതാണ്. ഒരു 40 വർഷം മുമ്പ് ഞാനിവിടേക്ക് വന്ന് കുളിച്ചിട്ടുണ്ട്. അതിന് പറ്റിയിട്ടില്ല. ഏതായാലും അടിപൊളി തന്നെയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്ന് നീന്തി കുളിക്കാനും പറ്റിയിട്ടുള്ളത്. സാസിമോള് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. വീണു ചാടി കളിച്ചൊക്കെ കുളിക്കുന്നുണ്ട്. പണ്ട് പഠിച്ച കലാപരിപാടിയാണ്. അതൊന്നും മറന്നിട്ടില്ല. അതൊന്ന് പയറ്റി നോക്കിയതാണ്. എന്നാൽ ഈ കുളം നല്ല കുളമാണ്, ആഴമൊക്കെയുള്ള കുളമാണ്. പഞ്ചായത്തിൻ്റെ കുളമാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ താഴ്ഭാഗമാണ്. ഇതൊരു നീന്തൽക്കുളം മോഡലാണ്. അപ്പോൾ ഈ കുളം ആഴമുള്ളതിനെ കൊണ്ട് ശ്വാസിക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അത് റഷീദിൻ്റെ കയ്യിൽ നിന്ന് ചാടാനുള്ള പരിപാടിയാണ്. ഏതായാലും അവളെ ഒന്ന് ഈ കുളത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു. കുളത്തിലിറങ്ങിയപ്പം അവൾക്ക് സ്വർഗം കിട്ടിയ പ്രതീതിയാണ്. വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ കുളത്തിൽ രണ്ടുപേരും വന്നിട്ട് കുളിച്ചു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.